10 സായി മഹിമ. ചിത്രത്തിന് താഴെ നൽകിയിരിക്കുന്നത് ചിരിക്കുന്ന മുഖം, ഖണ്ഡോബക്ഷേത്രം, 19-ാം അവസാനം. ശ്രീമഹാഗണപതിക്ക് വന്ദനം. സരസ്വതീദേവിക്കും ശ്രീഗുരുമഹാരാജിനും പരദേവതയ്ക്കും ശ്രീ സീതാരാമചന്ദ്രനും വന്ദനം. പരമ്പൊരുളാം സദ്ഗുരു ശ്രീസായീശ്വരന്റെ തൃപ്പാദങ്ങളിൽ പ്രേമഭക്തിപൂർവം അടിയന്റെ പ്രണാമം. മാനവകുലത്തെ രക്ഷിക്കാനായി മനുഷ്യരൂപം പൂണ്ടുവന്ന, എപ്പോഴും ബ്രഹ്മവുമായി ഏകീഭവിച്ചു നിൽക്കുന്ന സായീശ്വരനെ സദാ സ്മരിക്കൂ. ആ സ്മരണ ഒരു വിഷമമില്ലാത്തതും അതേസമയം നിത്യാനന്ദം നൽകുന്നതുമാണ്. ജനനമരണ ചക്രത്തിൽ നിന്നും രക്ഷ നേടാൻ സായിസ്മരണ മാത്രം മതി. നദി കടക്കാൻ തോണിയിൽ കയറുന്നവൻ കടത്തുകാരനെ ഉറച്ചു വിശ്വസിക്കുന്നു. അതുപോലെ ദൃഢമായ വിശ്വാസം സായിയിലുണ്ടാകട്ടെ. ആ വിശ്വാസം നിങ്ങൾക്കെല്ലാം നേടിത്തരും. ആരുടെ ദർശനമൊന്നുകൊണ്ടു മാത്രം വിഭ്രാന്തി മറയുന്നുവോ, വിഷയാഭിലാഷങ്ങൾ ഒടുങ്ങുന്നുവോ, പ്രാരബ്ധങ്ങൾ ദഹിക്കുന്നുവോ, ആ സായീശ്വരന്റെ അമൃതകഥകൾ ഇനിയും ആവോളം പാനം ചെയ്യൂ. സായീശ്വരന്റെ ജീവിതരീതി നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഒരു മരപ്പലക. അതിന് 1 മുഴം വീതിയും 4 മുഴം നീളവും കാണും. ബാബയ്ക്ക് ഉറങ്ങാനായി നാനാസാഹേബ് ഡെംഗ്ലെ കൊണ്ടുവന്നതാണത്. ബാബ ആ പലക പഴകി ദുർബലമായ തുണിക്കഷ്ണങ്ങൾ കൊണ്ട് ഊഞ്ഞാൽ പോലെ കെട്ടിത്തൂക്കിയിട്ടു. സത്യത്തിൽ ആ പലകയെ താങ്ങാനുള്ള ബലം പഴകിയ തുണിക്കഷ്ണത്തിനുണ്ടായിരുന്നില്ല. അതിന്റെ 4 മൂലയിലും അവിടുന്ന് മൺവിളക്കുകൾ കത്തിച്ചുവെക്കും. ആ പലകയിലാണ് അവിടുത്തെ ഉറക്കം. ബാബയും പലകയും ആ ജീർണിച്ച തുണിക്കഷ്ണത്തിൽ എങ്ങനെ താഴെ പോകാതെ നിന്നുവെന്നത് അത്യത്ഭുതകരം. ആ പലകയിൽ അവിടുന്ന് കിടക്കുന്നതും ഉറങ്ങുന്നതും ഭക്തന്മാർ ധാരാളം കണ്ടിട്ടുണ്ട്. പക്ഷേ എങ്ങനെയാണ് സായീശ്വരൻ പലകയിൽ കയറുന്നത്, അതിൽ നിന്നും ഇറങ്ങുന്നത്, ഇതാർക്കും മനസ്സിലായില്ല. എത്ര ശ്രമിച്ചിട്ടും ആ രംഗം ഒരാൾക്കും കാണാനും കഴിഞ്ഞിട്ടില്ലത്രേ. ഈ അത്ഭുതരംഗം ബാബയുടെ പലകയിലെ ശയനം കാണാൻ ജനം കൂടിക്കൂടി വന്നു. തിരക്കു വർദ്ധിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിനം ബാബ പലക വലിച്ചെടുത്ത് തല്ലിപ്പൊളിച്ചു കളഞ്ഞു. സായീശ്വരന് എങ്ങനെ വളരെ പിന്നിയിരിക്കുന്ന തുണിയിൽ കെട്ടിത്തൂക്കിയിട്ട ആ പലകയിൽ കയറിക്കിടക്കാൻ കഴിഞ്ഞു, അതും ആരുടെയും ദൃഷ്ടിയിൽപ്പെടാതെ? അണിമ, മഹിമ, ലഘിമ തുടങ്ങിയ അഷ്ടസിദ്ധികൾ അവിടുത്തെ തിരുമുമ്പിൽ ദാസിയെപ്പോലെ നിൽക്കുകയാണ്. പിന്നെ എന്താണ് അവിടത്തേക്ക് സാധിക്കാത്തതായുള്ളത്? സായിബാബ 3.5 മുഴം ഉയരമുള്ള ഷിർദിയിലെ ഒരു മനുഷ്യൻ, ഇങ്ങനെ തോന്നിയേക്കാം. പക്ഷെ അനുഭവത്തിൽ അവിടുന്ന് സമസ്ത ഹൃദയങ്ങളിലും കുടികൊള്ളുന്നു. നിസ്സംഗനും നിർമ്മമനുമായ സായി മറ്റുള്ളവരുടെ ക്ഷേമകാര്യങ്ങളിൽ തികഞ്ഞ ശ്രദ്ധാലുവായിരുന്നു. ആന്തരികമായി അവിടുന്ന് ശാന്തൻ, ഈശ്വരസ്വരൂപൻ. പക്ഷേ ബാഹ്യദൃഷ്ടിയിൽ പലപ്പോഴും കോപിഷ്ഠനായി ഭാവിച്ചു. പലരോടും ബാബ മുൻകോപിയും മുൻശുണ്ടിക്കാരനുമെന്ന പോലെ പെരുമാറി. സദാ ഈശ്വരനിൽ ലയിച്ചിരിക്കുമ്പോഴും അവിടുന്ന് ഭക്തജനങ്ങളുടെ ക്ഷേമകാര്യത്തിൽ ജാഗരൂകനായിരുന്നു, ദയാമയനും. അവിടുത്തെ കയ്യിലൊരു ചെറിയ ദണ്ഡ് കാണും. ഭിക്ഷാടനമായിരുന്നു ഉപജീവനമാർഗം. ധനമോ കീർത്തിയോ ബാബ തെല്ലുപോലും ആഗ്രഹിച്ചില്ല, അതിനെ ഗൗനിച്ചുമില്ല. സദാ അവിടുന്ന് അല്ലാ മാലിക് എന്ന് ജപിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ മഹത്തായ പൂർവ്വപുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് സായി ഈശ്വരദർശനം ലഭിച്ചതും ആ തൃപ്പാദങ്ങളിൽ അഭയം ലഭിക്കാനിടയായതും. സായീശ്വരനെ കേവലം മനുഷ്യനായി കണ്ടവരുണ്ട്. അതവരുടെ നിർഭാഗ്യം അല്ലാതെന്തു പറയാൻ? പരംപൊരുളാണവിടുന്ന്. ക്ലേശകരമായ സംസാരസാഗരം താണ്ടാൻ ആ തൃപ്പാദങ്ങളെ ആശ്രയിക്കുക മാത്രമാണ് ഏകപ്പോം വഴി. ഇത് കലിയുഗം. 4,30,000 വർഷങ്ങളാണ് കലിയുഗത്തിന്. കലിയുഗം തുടങ്ങി ഏകദേശം 5000 വർഷങ്ങൾക്കു ശേഷമാണ് ബാബ അവനിയിൽ അവതരിച്ചത്. ഷിർദി ഗ്രാമത്തിൽ ബാബയെ കാണുന്നത് 16-ാമത്തെ വയസ്സിൽ. ഏകദേശം 3 വർഷത്തോളം അവിടുന്ന് ഷിർദിയിൽ താമസിച്ചു. ഒരുനാൾ ബാബയെ ഷിർദിയിൽ കണ്ടില്ല. ഒരു വിവാഹസംഘത്തോടൊപ്പമാണ് പിന്നെ ബാബയെ ഷിർദിക്കാർ കാണുന്നത്. അങ്ങനെ ബാബ വീണ്ടും ഷിർദിയിലെത്തി. അന്ന് 20 വയസ്സ് കണ്ടേക്കും. അതിനുശേഷം മഹാസമാധി വരെ ഏതാണ്ട് 60 വർഷം അവിടുന്ന് ഷിർദിയിൽ വസിച്ചു. 1918 ഒക്ടോബർ 15-ന് അവിടുന്ന് മഹാസമാധിയായി. ഇതെല്ലാം വച്ച് ഗണിക്കുമ്പോൾ സായീശ്വരൻ 80 വർഷത്തോളം ഭൂമിയിൽ വസിച്ചുവെന്നും ജനനം 1838-ലാണെന്നും അനുമാനിക്കാം. ജനനമരണങ്ങൾ ബാധിക്കാത്ത ഋഷികളുടെ ജീവിതകാലയളവ് തിട്ടപ്പെടുത്തുക ദുഷ്കരം തന്നെ. ബാബ ജനിച്ച കാലഘട്ടം എങ്ങനെയായിരുന്നു? 1608 കാലം. അന്ന് ഭാരതം മുസ്ലിം ഭരണത്തിന് കീഴിൽ. ഹിന്ദുരാജാക്കന്മാരെ കീഴടക്കി മുസ്ലിമുകൾ ഭരണം ആരംഭിച്ചു. അതോടെ ജനങ്ങൾ ക്രമേണ ധാർമ്മിക ജീവിതം വെടിഞ്ഞു തുടങ്ങി. ഭാരതം അധപ്പതനത്തിലേക്ക് വഴുതി വീണു. അപ്പോഴാണ് സമർത്ഥ രാമദാസ് 1608 ജനിക്കുന്നത്. രാമദാസ് ശിവജിയിലൂടെ ധർമ്മം പുനഃസ്ഥാപിച്ചു. ബ്രാഹ്മണനെയും ഗോക്കളെയും മുസ്ലിം ഭരണാധികാരികളിൽ നിന്നും രക്ഷിച്ചു. അങ്ങനെ കാലം പോകവേ ഏകദേശം 2 നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോഴേക്കും ഹിന്ദുക്കളും മുസ്ലിമുകളും തമ്മിൽ വീണ്ടും അകൽച്ച തുടങ്ങി. അത് ശത്രുതയിലേക്ക് നീങ്ങിയപ്പോൾ ബാബ അവതരിച്ചു.
അവിടുന്ന് ഇരുവിഭാഗത്തെയും കൂട്ടിയിണയ്ക്കാനും യത്നിച്ചു. സായീശ്വരൻ ചോദിച്ചു, രാമനും റഹീമും ഒന്നുതന്നെ. പിന്നെ അവരുടെ അനുയായികൾ തമ്മിലെന്തിന് ശണ്ട? നിങ്ങളുടെ ഹൃദയത്തിൽ കരുണയും സ്നേഹവും ഉണ്ടാകണം. സ്നേഹത്താൽ ഹിന്ദുവും മുസ്ലിമും ബന്ധിക്കപ്പെടണം. മനസ്സിൽ നന്മ നിറയുമ്പോഴേ ഈശ്വരനെ അറിയാനാകൂ. പരസ്പരം തർക്കിച്ചിട്ട് എന്തു ഗുണം? യോഗം, വ്രതം, പഠനം ഇതൊക്കെ എന്തിനാണ്? ഇതൊക്കെ ചെയ്തിട്ടും ഹൃദയത്തിൽ ഈശ്വരൻ വസിക്കുന്നില്ലെങ്കിൽ ഈ ശ്രമങ്ങളൊക്കെ പാഴ്വേല. നിങ്ങളെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ കൂടി പ്രതികാരമരുത്. കഴിയുമെങ്കിൽ അവനും നന്മ ചെയ്യുക. ഇതൊക്കെയാണ് സായീശ്വരന്റെ ഉപദേശസാരം. ഈ ഉപദേശങ്ങൾ സ്വീകരിച്ചാൽ ആത്മീയമായും ഭൗതികമായും അഭിവൃദ്ധിയുണ്ടാകും. വലിയവനും ചെറിയവനും സ്ത്രീകൾക്കുമെല്ലാം ഇക്കാര്യങ്ങൾ ചെയ്യാവുന്നതേയുള്ളൂ. ശിഷ്യരെ ലഭിക്കാനായി വീടുതോറും കയറിയിറങ്ങി മന്ത്രമോതുന്ന ഗുരുക്കന്മാരുണ്ട്. അവരുടെ ഉപദേശം ഗംഭീരം. പക്ഷേ അവർ തങ്ങൾ പറയുന്നതൊന്നും സ്വയം ആചരിക്കുന്നില്ല. അധർമ്മമാർഗത്തിലാണ് അവരുടെ സഞ്ചാരം. ഇവർക്കെങ്ങനെ ശിഷ്യന്മാരെ സംസാരസാഗരം കടത്തിവിടാനാകും? പക്ഷേ സായീശ്വരനോ അവിടുന്ന് എങ്ങും പോയില്ല. ഉപദേശിച്ചതെല്ലാം സ്വജീവിതത്തിൽ ആചരിച്ചു. ശരണാഗതിയടഞ്ഞവരെ ജനനമരണചക്രത്തിൽ നിന്നും മോചിപ്പിച്ചു. ഗുരുക്കന്മാർ രണ്ടു തരക്കാരാണ്: അനിയത ഗുരുക്കന്മാരും നിയത ഗുരുക്കന്മാരും. അനിയത ഗുരുക്കന്മാർ ധർമ്മമാർഗം ഉപദേശിക്കുകയും ശിഷ്യനെ മോക്ഷമാർഗം കാണിക്കുകയും ചെയ്യുന്നു. അതോടെ അവരുടെ ജോലി തീർന്നു. നിയത ഗുരുക്കന്മാർ മറ്റൊരു തരക്കാരാണ്. അവർ ശിഷ്യന് തത്വമസി, നീ ബ്രഹ്മമാകുന്നു എന്ന അറിവ് പകരുന്നു. അങ്ങനെയുള്ള ഗുരുവാണ് സായീശ്വരൻ. അവിടുത്തേക്ക് നമ്മുടെ ഭൂത, ഭാവി, വർത്തമാനകാലമെല്ലാം സുസ്പഷ്ടം. ഏവരെയും അവിടുന്ന് സഹായിച്ചു. ജന്മനാ ജീവൻ മുക്തനായിരുന്നു സായീശ്വരൻ. സായീശ്വരനെ ഇഷ്ടദേവനായി സ്വീകരിച്ച ഷിർദിക്കാർ പരമഭാഗ്യവാൻമാർ. സദാ സർവത്ര സായീചിന്തയിലായിരുന്നു അവർ. ബാബയൊഴിഞ്ഞൊരു ഈശ്വരനെ അവർ ഭജിച്ചില്ല. അവരുടെ ചുണ്ടുകളിൽ സദാ സായീ തിരുനാമം. അവരുടെ പ്രേമാർദ്രഭക്തി അതിമധുരതരമായിരുന്നു. സായിയെ അറിയണമെങ്കിൽ നമ്മിൽ അഹങ്കാരവും മോഹവും ഇല്ലാതാക്കണം. പ്രേമത്തിലൂടെ, ഭക്തിയിലൂടെ മാത്രമേ സായിയെ ഗ്രഹിക്കാനാകൂ. വർണ്ണനയ്ക്കതീതനായ മഹാപ്രഭു, ജന്മരഹിതനായ ഭഗവാൻ, അരൂപിയായ വിഭു പ്രേമസ്വരൂപം പൂണ്ടപ്പോൾ അത് സായിരൂപമായി മാറി. കരുണാമയനായ സായീശ്വരൻ വിനയം ഉടൽപൂണ്ടതായിരുന്നു. അവിടുന്ന് ഭക്തന്മാരോട് മിക്കവാറും പറയാറുണ്ടായിരുന്നു, ഞാൻ ദാസന്മാരുടെ ദാസനാണ്, ഞാൻ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. നിങ്ങളെ ദർശിക്കാനായത് എന്റെ ഭാഗ്യം തന്നെ. നിങ്ങളുടെ അപാരദയ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് നിങ്ങളെ കണ്ടെത്താനാകില്ലായിരുന്നു. ആലോചിക്കൂ, പ്രേമസ്വരൂപനായ സർവേശ്വരനായ സായിയുടെ ഈ വചനങ്ങൾ. ഇത്രയും പുകഴ്ത്തലുകൾ കേൾക്കാൻ നമുക്കെന്ത് യോഗ്യത? ഇത് കേൾക്കുന്നത് തന്നെ നമ്മുടെ പാപം കൊണ്ടല്ലേ? അതിൽ നിന്നും കരകയറാൻ ഒരു വഴിയേ കാണുന്നുള്ളൂ: പ്രേമഭക്തിപൂർവം സദാ സായിനാമം ജപിക്കുക. എല്ലാ ദോഷങ്ങളും അങ്ങനെ ദൂരീകരിക്കാം. വിഷയമോഹങ്ങൾ കണിക പോലുമില്ലാത്ത സായിയെ ആർക്ക് എന്തുകൊടുത്ത് സന്തോഷിപ്പിക്കാനാകും? കാണുന്നു, കേൾക്കുന്നു, തൊടുന്നു എന്നതല്ലാതെ അവിടുന്ന് ഒന്നിനെയും ആഗ്രഹിച്ചില്ല, അനുഭവിച്ചില്ല. ബ്രഹ്മചര്യത്തിന്റെ കാര്യം അതിലും മഹത്തരം. അക്കാര്യം പറയാനൊരുങ്ങുമ്പോൾ ശ്രീഹനുമാനാണ് സ്മരണയിൽ. ആഞ്ജനേയൻ കൗപീനവുമായി ജനിച്ചുവെന്ന് പുരാണം. കൗപീനധാരിയായി രണ്ടുപേരെ മാരുതിയെ കണ്ടിട്ടുള്ളൂ: അമ്മയും ശ്രീരാമദേവനും. അമ്മ പോലും ഇவ்വിധമാണ് കണ്ടിട്ടുള്ളതെങ്കിൽ ശ്രീഹനുമാന്റെ ബ്രഹ്മചര്യം എவ்വിധമെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. അങ്ങനെ തന്നെ ബാബയുടേതും. സായിനാഥൻ തന്നെ അഭയം പ്രാപിച്ചവർക്ക് യന്ത്രമോ മന്ത്രമോ കഠിനസാധനകളോ ഉപദേശിച്ചില്ല. പക്ഷേ അവിടുന്ന് ഓരോ നിമിഷവും ജീവിച്ചു തീർത്തത് ഭക്തജനങ്ങൾക്കായി മാത്രം. ഗുരുവിന്റെ മഹിമകൾ കേൾക്കുക, പറയുക, കഴിയുംവിധം സേവ ചെയ്യുക. ഗുരുവിനെ കീർത്തിക്കുക, ഋഷിചരിതങ്ങൾ കഴിയുന്നത്ര കേൾക്കുക. ഇതൊന്നു മാത്രം മതി സംസാരസാഗരം താണ്ടാൻ. സുഖങ്ങളുടെ കെണിയിൽ നിന്നും രക്ഷ നേടൂ. യുക്തിവാദവും തർക്കങ്ങളും കളയുക. സായി, സായി, സായി എന്ന് നിരന്തരം ജപിക്കൂ. ഇത് സായി ഈശ്വരന്റെ അമൃതമൊഴികളാണ്. അതുകൊണ്ടുതന്നെ അമൂല്യവും. ഏതുവിധേനയും ദുർജന സംസർഗം ഒഴിവാക്കുക തന്നെ വേണം. സജ്ജന സംസർഗം അനായാസേന മുക്തിയേകും. ആത്മീയോന്നതിക്കായി വിഷയവിരക്തി നേടണം. വിശുദ്ധരുമായി കൂട്ടുകൂടാൻ വ്യഗ്രത വേണം. എങ്കിലേ ഈശ്വരനെ ലഭിക്കൂ. ഈശ്വരകഥകൾ കേൾക്കൂ. അത് കേൾക്കാനും ഈശ്വരകൃപ വേണം. അതിനാൽ സത്കഥകൾ കേൾക്കാനുള്ള ഭാഗ്യത്തിനും വേണ്ടി അപേക്ഷിക്കുക. ഈശ്വരാനുഗ്രഹമുണ്ടെങ്കിൽ അസാധ്യമായി ഒന്നും തന്നെയില്ല. അത്യുന്നതമായ ആധ്യാത്മിക തലത്തിലെത്താൻ അവതാരപുരുഷന്മാരുടെ ദർശനം, സ്പർശനം, സംഭാഷണം എന്നിവ ഏറ്റവും ഉത്തമമായ ഉപാധിയാണ്. സായിതൃപാദങ്ങളിൽ ശരണാഗതി അടഞ്ഞാൽ ശാശ്വതശാന്തി ലഭിക്കും. ഗംഗ, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ തുടങ്ങിയ പുണ്യനദികൾ നമ്മെ പരിശുദ്ധരാക്കുന്നു. ഈ പുണ്യനദികളാകട്ടെ
ഋഷീശ്വരന്മാരുടെ പാദസ്പർശനത്താൽ പവിത്രയാകാൻ ആഗ്രഹിക്കുകയാണ്. എത്രയോ ജന്മങ്ങളിലെ ജപതപങ്ങളാലാണ് നമുക്ക് സായിദർശനം ലഭിച്ചത്. ആ മഹാഭാഗ്യം നഷ്ടമാക്കരുത്. ഈ പറഞ്ഞതെല്ലാം മനനം ചെയ്താലും ഞാൻ സായി ഈശ്വരന്റെ മെതിയടിയാകുന്നു. ആ തൃപ്പാദത്തിനടിയിൽ ഞാൻ സുരക്ഷിതനാണ്. ഞാൻ സദാ സായികഥകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതെന്റെ ആനന്ദം വർദ്ധിപ്പിക്കുന്നു. എന്റെ ജന്മം അതിനുവേണ്ടി മാത്രമുള്ളതാണ്. മസ്ജിദിന്റെ ഒരരികിൽ നിൽക്കുന്ന സായിനാഥനെ മനക്കണ്ണാൽ ദർശിക്കൂ. ഹൃദയഹാരിയായ ആ രൂപം ഉള്ളിലുറപ്പിക്കൂ. അവിടുന്ന് ഭക്തജനരക്ഷണത്തിനും ക്ഷേമത്തിനുമായി ഉതി കൊടുക്കുന്നത് കാണൂ. ആ മഹാഗുരുവിന്റെ തൃപ്പാദത്തിൽ ഞാൻ സാഷ്ടാംഗം പ്രണമിക്കുന്നു. 10-ാം അധ്യായം സമാപ്തം. ഓം അസഹായ സഹായായ നമഃ.